എന്താ ഇന്നലെ സംഭവിച്ച? താങ്കൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് തോന്നുന്നല്ലേ? ആ എന്താ സംഭവിച്ചതെന്ന് പറയാം. സംഭവം ഇവിടെ അങ്ങനെ നിൽക്കേന്. അപ്പോൾ ഫാദറിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവലുണ്ട്. പെട്ടെന്ന് ഒരു മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇത് വീണ കണ്ട്. പിന്നെ തിരിച്ച് പാഞ്ഞ് വന്നപ്പോൾ എൻ്റെ കാലിൻ്റെ മുകളിൽ ചെറിയ സ്ലാബിൻ്റെ പീസ് ഉണ്ടായിരുന്നു. അടുത്ത് മാറ്റി ഇപ്പം ഞാൻ ആദ്യം വലിച്ചു പിടിച്ച് പുറത്തേക്ക് ഇട്ട്. പിന്നെ ഓരോരുത്തർ അപ്പോൾ ഇത് ഒറ്റക്കൊന്നും പൊന്തണില്ല. പിന്നെ ഓരോരുത്തർ കൂടി അങ്ങനെ ഓരോരുത്തർ രക്ഷപ്പെടുത്തായത്. ഞങ്ങളുടെ പിതാവ് ഈ അപകടത്തിൽപ്പെട്ടത് ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട്. പരിക്ക് എങ്ങനെയുണ്ട്? പരിക്ക് കാലിന് ചെറിയ ഇഞ്ചുറി ഉണ്ട്. മറ്റേ കാലിന് പറഞ്ഞാൽ നല്ല നീരുണ്ട്. വലിയ പീസല്ലേ വീണ കാൽമേൽ. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട്. ഉപ്പി ഉൾപ്പെടെ അഞ്ചോളം പേരാണ്. അഞ്ചോളം പേരുണ്ട്. ശരിക്കും ഇത് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇതിനും കൂടുതൽ ആൾക്കാരുണ്ടാവും. ഉണ്ടാവും. കാരണം അത്രയും ആൾക്കാർ ഗേറ്റ് പാസ് ഒപ്പിക്കുക, ബില്ല് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യൽ ഇവിടുന്ന. അപ്പോൾ എന്താ പറയുക, പിന്നെ എന്താ പറയുക, ആ ഭാഗത്തൊക്കെ ഫുൾ ടൈം ആൾക്കാരുണ്ടാവും. അതുപോലെ രാത്രി ആയാലും ഇവിടെ കുറേ ആൾക്കാർ വന്നിരിക്കുന്നു പോകണമൊക്കെ സ്ഥലം കൂടിയാണ്. എപ്പോഴും ഇതുപോലെ ആൾക്കാരുണ്ടാവാറുണ്ടോ ഇവിടെ? ഇങ്ങനെ ഉണ്ടാവും. എപ്പോഴും ആൾക്കാരുണ്ടാവും. എപ്പോഴും ഉണ്ടാവും. പിന്നെ ലീവ് ദിവസങ്ങളിൽ ഇതേമാതിരി ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വർത്താനൊക്കെ പറഞ്ഞ് കാറൊക്കെ സൈഡാക്കി ഇരിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതിൽ കാണുമ്പോൾ തന്നെ ഒരു വ്യൂവും കൂടിയാണല്ലോ. ആളുകൾ കുറവായത് കൊണ്ടാണ് വലിയൊരു അപകടം. ഇതിൽ കൂടുതൽ അപകടം ഉണ്ടാവേണ്ടതിന് എന്തായാലും ഒരു 8-9 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ആവും.